പന്തക്കസ്ത വിഭാഗത്തിൻ്റെ പ്രാർത്ഥനകളിൽ ഒരിക്കലും പങ്കെടുക്കരുത്. അവിടെ ലേഖനങ്ങൾ വായിക്കരുത്. ദൈവവചനത്തിൻ്റെ ഇടയിലൂടെ അവർ പറയും കുമ്പസാരിക്കേണ്ട ആവശ്യം ഇല്ല. അല്ലെങ്കിൽ കുമ്പസാരം അത് വൈദികരുണ്ടാക്കിയതാണ്, സഭയുണ്ടാക്കിയതാണെന്ന് പറയപ്പെടാറുണ്ട്. അല്ലേലിയാ. അതുപോലെ തന്നെ കുർബാന പോണ്ട, കുർബാന അർപ്പിക്കേണ്ട. അല്ലേലിയാ. അവർ പറയുന്ന കാര്യം ഒരേ ഒരു കുർബാനയേ ഉള്ളൂ അർപ്പിച്ചത്. അതെന്താണെന്ന് വെച്ചാൽ ക്രിസ്തു അർപ്പിച്ച കുർബാന. അല്ലേലിയാ. പിന്നെ ഉള്ളതൊന്നും കുർബാനയല്ല എന്ന് പറയും. അല്ലേലിയാ. അല്ലേലിയ. മാമോദിസ സൈലൻ അങ്ങനത്തെ മേഖലയൊന്നും വേണ്ട. അല്ലേലിയാ. ട്രഡീഷൻ ആചരിക്കപ്പെടേണ്ട. നിങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടാൽ മതി. പൗരോഹിത്യം സ്ഥാപിച്ചില്ല എന്ന് പറയും. അല്ലേലിയാ. അല്ലേലിയ. പഴയ കാലത്തെ കുർബാനയെ കുറിച്ചാണ് ഹെബ്രായർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത്. അതായത് പാപങ്ങൾ മോചിക്കാൻ പരിഹരിക്കാൻ പറ്റാത്ത കുർബാനകൾ ആവർത്തിക്കപ്പെടേണ്ട ആവശ്യകതയില്ല എന്നാണ് അവിടെ വിശുദ്ധ ലിഖിതത്തിൽ പറയപ്പെടുന്നത്. പക്ഷേ ക്രിസ്തു എന്ത് ചെയ്തു? പാപങ്ങൾ പരിഹരിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ നമ്മളെ വിശുദ്ധീകരിക്കാൻ പറ്റുന്ന ഒരു പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായിട്ട് ആര് മാറി? ഈശോ മിശിഹ മാറി. അതിനെ തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ പന്തക്രിസ്തുകാരുടെ കണ്ണുകളും ചെവികളെയും നാവിനെയും ആരടച്ചു കളഞ്ഞു? സാത്താൻ വന്ന് അടച്ചു കളഞ്ഞു. അല്ലേലിയ. അല്ലേലിയ. അല്ല, വിളക്കണ്ണൂര് വിശുദ്ധ കുർബാന 2013 അർപ്പിച്ചതാ. ആ വിശുദ്ധ കുർബാന ഇന്നും പൂപ്പിലേറ്റാകാതെ ഈശോ എടുക്കുന്നു. പറയുന്നതിൻ്റെ കാരണം ഞാനിവിടെ പറയാറുണ്ട്, അവർ കൈ വയ്ക്കാൻ പ്രാർത്ഥിക്കാൻ സമ്മതിക്കരുത്. വീട്ടിൽ കൊണ്ടുവന്ന് ഞാൻ ഇവിടെ പ്രാർത്ഥിച്ച് ഒരു കുടുംബം ശുശ്രൂഷയിൽ ആദ്യകാലത്ത് വന്നുകൊണ്ടിരുന്നു. അവരുടെ വീട്ടിൽ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ പന്തക്കുസ്തുക്കാരെ കൊണ്ടുവന്ന് തൊട്ടയിലത്തെ എല്ലാവരെയും വിളിച്ച് അവരൊരു ശുശ്രൂഷ നടത്തി. പ്രാർത്ഥിക്കാൻ വന്നവരാണെന്ന് വെച്ചാൽ എല്ലാവരും ക്രൈസ്തവ വിശ്വാസികൾ. അല്ലേലിയാ. അല്ലേലിയാ. അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ വേറെയും പ്രാർത്ഥക്കാരെ കൊണ്ടുവന്ന് ചെയ്തു. ഇവരുടെ കുടുംബത്തിൽ എന്തോ ഒരു അസ്വസ്ഥതയുണ്ട്. അസ്വസ്ഥത മാറാൻ വേണ്ടി ഇവർ ചെയ്ത് പിന്നീട് എന്തുണ്ടായെന്ന് വെച്ചാൽ ഒന്നൊന്നായിട്ട് ഇവർ വലിയൊരു തകർച്ചയിലേക്ക് പോവുകയാണ്. ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചോദിച്ചു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു അത് ഞങ്ങൾ നന്മയ്ക്ക് വേണ്ടി ചെയ്തതാണ്. ഞാൻ പറഞ്ഞു പോയി കുമ്പസാരിക്കുക. അല്ലേലിയാ. കാരണം എന്താ? അവർ പരിശുദ്ധ കുർബാനയെയോ പരിശുദ്ധ അമ്മയെയോ ജപമാല ഭക്തിയെയോ അവർ അംഗീകരിക്കുന്നില്ല. അല്ലേലിയ. സഭയുടെ ശക്തി സ്രോതസ് എന്ന് പറയുന്നത് ജപമാലയും പരിശുദ്ധ കുർബാനയുമാണ്.